കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബിരിയാണി റൈസിൻ്റെ കൂടെ കഴിച്ച കോളിഫ്ലവർ ഫ്രൈൻ്റെ റെസിപ്പിയാണ്. കോളിഫ്ലവർ എടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ ഫ്ലോറച്ചൊക്കെ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് അത് വാഷ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഉപ്പ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിനകത്തോട്ട് ഇത് ആഡ് ചെയ്യുക. എന്നിട്ട് അടച്ച് വെക്കുക, ഗ്യാസ് ഓഫ് ചെയ്തിട്ട്. പിന്നെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ പെരുംജീരകം ചതച്ചത്, പിന്നെ മീറ്റ് മസാല, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിൻ്റെ കൂടെ സൺഫ്ലവർ ഓയിലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഓപ്ഷണലാണ്. കുറച്ച് സോയ് സോസും പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ആഡ് ചെയ്തിട്ട് അതും നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കോൺഫ്ലവർ ഇടാം, അരിപ്പൊടി ചേർക്കാം, പിന്നെ തൈരും, പിന്നെ കുറച്ച് കറിവേപ്പിലയും. അതൊന്നും അളവൊന്നുമില്ല, ജസ്റ്റ് എത്രയാണോ ബാറ്റർ വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കണം. പിന്നെ നമ്മൾ വെന്ത കോളിഫ്ലവർ തണുത്തതിന് ശേഷം മാത്രം ഈ ഒരു ബാറ്ററിലോട്ട് ഇടുക. പിന്നെ പരിപാടി സിമ്പിളാണ്. ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ തന്നെ എടുത്തിട്ടുള്ളത്. അതിനകത്തോട്ടിട്ട് നമ്മൾ തിരിച്ചു മറിച്ച് ഫ്രൈ ചെയ്തെടുക്കണം. സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഫ്രൈ കിട്ടാൻ വേണ്ടിയിട്ട് അധികം ബാറ്ററിൽ മുക്കണ്ട. എന്നിട്ട് ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നമുക്കത് കോരി മാറ്റാം. ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, കഴിക്കൽ മാത്രം. നല്ല ക്രിസ്പിയാണ്. ചൂടോടെ കഴിച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ശരിക്കും ഒരു സ്നാക്ക് കഴിക്കുന്ന പോലെയൊക്കെ ഉണ്ടാവും. തണുത്ത് കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.